എൻ്റെ ഉറപ്പിക്കൽ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് എല്ലാം നന്നായി നടന്നു. എന്നെ നല്ലോണം യൂസ് ചെയ്തു, നല്ല വൃത്തിക്ക് യൂസ് ചെയ്തു. എന്നെക്കൊണ്ട് എത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ആ പെണ്ണിനെ അങ്ങനെ വിശ്വസിച്ചു. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു, എല്ലാം ഞാൻ ചെയ്തു. എന്നെക്കൊണ്ട് പറ്റി ഇപ്പോൾ ഷോ പോകുന്ന മുമ്പുള്ള കാര്യങ്ങളൊക്കെ എത്രയോ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ തോന്നുന്ന ഇവളുടെ ആ പെരുമാറ്റം, സംസാരം, രീതി എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു 7 മാസം വെറുതെ നാടകം ആയിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ എനിക്കല്ല, എല്ലാവർക്കും തോന്നുന്ന സംഭവം തന്നെയാണ്. വലിയൊരു നാടകമായിരുന്നു. പ്രേമമോ അതൊന്നുമില്ല, വെറുതെ ഒരു പ്രേമ നാടകം എൻ്റെ അടുത്ത് കാണിച്ചു, തീർന്നു. നൈസിനെ തേച്ചു, അത്രയേ ഉള്ളൂ. ഇതിനുള്ള എക്സ്പ്ലനേഷൻ എന്ത് വന്ന് പുറത്ത് വരും. ചിലപ്പോൾ പുറത്തു നിന്ന് ഇതൊക്കെ ഗെയിമായിരുന്നു, ഞാൻ എന്തിനാ അവിടെ ആ പ്ലാറ്റ്ഫോമിൽ പറയണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം നശിപ്പിച്ചിട്ട് വന്ന് ന്യായീകരണം തന്നിട്ടോ ഒരു കാര്യമില്ല. ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, ജാസ്മിൻ മുന്നേക്ക് ആക്ച്വലി നമ്മുടെ ഈ ഉറപ്പിക്കലൊക്കെ പോയപ്പം അതിന് ശേഷം മുന്നേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സ് ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് മുന്നേക്ക് ഈ വീഡിയോയും ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അയച്ചത്. എൻ്റെ ഉറപ്പിക്കൽ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് എല്ലാം നന്നായി നടന്നു, ഞാൻ ഓരോ ചടങ്ങെന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ട് മുന്നേ ഇങ്ങനെ തംസപ്പൊക്കെ കൊടുത്തു വെച്ചിരുന്നു. ഇതൊക്കെ മുന്നേ ഓൾറെഡി ഇരിക്കുന്ന സംഭവങ്ങളാണ്. മുന്നേ അന്ന് സ്റ്റോറിയിലും പറഞ്ഞിട്ട് എന്തോ സ്റ്റോറി ഇട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അഫ്സലിനെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്, ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പുറത്ത് വിടാത്ത എന്തിനാ ഇത്. എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഇനി തലയിടാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇനിയിപ്പം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ ഷോ പോകുന്ന മുമ്പേ നിങ്ങൾ 1.5 വർഷം ഇപ്പോൾ ഈ കള്ളം വിളിച്ച് പറഞ്ഞല്ലോ, 1.5 വർഷമായിട്ടുള്ള ഫ്രണ്ട് അവൾ ഷോ പോകുന്ന 2 ദിവസം പോകുമ്പോൾ അവളുടെ എല്ലാ കാര്യങ്ങളെല്ലാം അവളുടെ വീട്ടിൽ പോയിരുന്ന അവളുടെ പാക്കിങ് മുഴുവൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇനിയിപ്പോൾ അതും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ അവളുടെ ബ്ലോഗിൽ അല്ലെങ്കിൽ പോകുന്ന മുമ്പേ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ, ഈ ചെന്നൈ പോയി അവസാനം ഈ കൈ കാണുന്നത് തന്നെയാണ്. അപ്പം ഈ ഒരു സമയത്ത് അവൾ ആ വണ്ടി കയറുന്ന മുമ്പ് എൻ്റെ കൈ പിടിച്ചിട്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു, മനസ്സിലാക്കാ, ഞാൻ പോവാണ്, തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേ വരുള്ളൂ, ഞാൻ നിങ്ങളുടേതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ ഒരു വാക്ക് അങ്ങനെ നമ്മൾ പ്രോമിസ് ചെയ്യല്ലേ, അങ്ങനെ പ്രോമിസ് ചെയ്ത് പോയ ആളാണ്. എന്നെക്കൊണ്ട് മാക്സിമം പിടിച്ച് നിൽക്കാൻ പറ്റുന്ന അത്രയും ഞാൻ പിടിച്ച് നിന്നിട്ടുണ്ട് ഈ കാര്യത്തിന്. ഞാൻ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് Day 37 എന്ന് പറഞ്ഞാൽ ആ വിഷുയുടെ എപ്പിസോഡിൻ്റെ സമയത്താണ്. കാരണം ആ ദിവസമാണ് മോഹൻലാൽ എന്നൊരു നടൻ അല്ലെങ്കിൽ ആ ഹോസ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ ബന്ധം എന്താണ്. അപ്പോൾ പറയാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമ്മുടെ ക്ലാരിറ്റി, പ്രണയം പിടിച്ചു വച്ചിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെ. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ആ ഒരു വിഷയം അത്രയും മോശമാവുന്ന സ്ഥിതിയിൽ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഇവൾ കാണിക്കുന്ന പലതും എനിക്ക് കോപ്പി പേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ആ പുള്ളിയുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഗബ്രിയുടെ അടുത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഈ കോപ്പി പേസ്റ്റ് എൻ്റെ അടുത്ത് കാണിച്ച സെയിം സാധനങ്ങൾ അവിടെ കാണിക്കുന്നു എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് അവിടെ കണ്ടത്. ഇത് കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യനും നിൽക്കില്ല, ഒരു പാർട്ട്ണറും നിൽക്കാൻ പറ്റാത്ത കാര്യമാണ്. എത്ര ന്യായീകരിച്ചാലും ഇതൊരിക്കലും കണ്ടു നിൽക്കാൻ അല്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരി, എൻ്റെ മനസ്സിൽ നിന്ന് ആ സ്നേഹം പോകണമെങ്കിൽ സമയം എടുക്കുമായിരിക്കും, പക്ഷെ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഞാനൊരു മനുഷ്യനാണ്. നിങ്ങൾ ആരും മനസ്സിലാക്കാത്തൊരു സംഭവമുണ്ട്. ഒരാളെ ഇങ്ങനെ ഒരു നാഷണൽ ടെലിവിഷനിൽ ഇരുന്ന് ചീറ്റ് ചെയ്യുമ്പം അതിനെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ക്ലാപ്പ് അടിച്ചിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഗെയിമൊക്കെ ശരി തന്നെയാണ്, എന്തൊക്കെ ആയിക്കൊണ്ട് പോട്ടെ. ഒരാളുടെ ഇമോഷൻ അല്ലെങ്കിൽ പല ആൾക്കാരുടെ ജീവിതം വെച്ചല്ല കളിക്കേണ്ടത് ഒരു ഷോ. എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. എന്നെക്കൊണ്ട് മാക്സിമം നല്ല രീതിയിൽ ഇതിനെങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ എനിക്കറിയില്ല ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. എന്നെക്കൊണ്ട് എൻ്റെ പരമാവധി ഒരു പ്രശ്നം വരാതെ അല്ലെങ്കിൽ
എനിക്കറിയേണ്ടത് ഇതിപ്പം നിങ്ങൾക്കൊക്കെ ഭയങ്കര തമാശയായിട്ട് അല്ലെങ്കിൽ ഇത് കാരണം ഇത് ഫീലിങ്സോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇമോഷൻ വെച്ച് കളിക്കുന്ന ഭയങ്കര സംഭവമായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. വളരെ വലിയ തെറ്റാണ് കാണിച്ചിട്ട് കൂട്ടിയിട്ടുള്ളത്. എനിക്കത് ഒരിക്കലും നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. കുറേ ആൾക്കാർ ന്യായീകരിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. എന്ത് പറഞ്ഞ് ന്യായീകരിക്കുന്നു? എന്തിന് ഞാൻ അതാ ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ഞാൻ പുറത്ത് വിടണോ? എന്തിനാ പുറത്ത് വിടണ്ടേ? ആൾക്കാർക്ക് ആഘോഷിക്കാനോ? എനിക്കെൻ്റെ ആവശ്യമില്ല. എനിക്ക് അവളുടെ അടുത്ത് കുറ്റബോധമോ റിവെഞ്ചോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്താൽ ഞാൻ അതിനുള്ള അനുഭവിച്ച് കഴിഞ്ഞു. എനിക്ക് ഞാൻ ഈ 79 ദിവസമാണെങ്കിൽ 79 ദിവസം ഞാൻ അനുഭവിച്ച് കഴിഞ്ഞു. എനിക്കിനി അനുഭവിക്കാൻ വയ്യ. ഞാൻ അത്രയും ഇമോഷണലായിട്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എനിക്ക് ഇത്രയേ ഉള്ളൂ. എനിക്ക് ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് വയ്യ. ഇതിൽ നിന്ന് സത്യം പറഞ്ഞാൽ എന്നെ ഒഴിവാക്കി തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അഫ്സൽ ജാസ്മിൻ എന്നൊരു വിഷയം ഇനി എടുക്കരുത്. ഈ പ്രൂഫും ഇതെല്ലാം ക്ലാരിഫിക്കേഷനോടെ ഇവിടെ തീരണം. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് അവളുടെ അടുത്ത് ചോദിച്ചോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷെ എന്നെ ഇവളുടെ ആർമി ആയാലും ശരി, എന്ത് ശരിയായാലും ശരി, നിങ്ങൾക്ക് എന്നെ വലിച്ചിടേണ്ട ആവശ്യമില്ല ഇവിടെ. എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ളത് ഞാൻ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു. എന്നെ ദയവ് ചെയ്ത് ഇതിൽ നിന്ന് എന്നെ ഇനിയെങ്കിലും വെറുതെ വിടുക. സത്യമായിട്ട് എനിക്ക് എല്ലാവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത്. എൻ്റെ ഫാമിലി അത്രത്തോളം ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനെ അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൂഫ് വേണോ എന്ത് വേണോ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഒന്നുമല്ല. ഇത് പുറത്ത് വരുമ്പം ജാസ്മിൻ പുറത്ത് വരുമ്പം ഈ ഒരു കാര്യത്തിന് അവൾ ഒരു കള്ളം അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാ ഫ്രണ്ട്സ് ഉൾപ്പെടെ നമ്മളെ ഫുൾ സർക്കിൾ ഉൾപ്പെടെ പുറത്ത് പബ്ലിക്ക് വന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ എന്താ സംഭവം. ഇത് ഞാൻ വളരെ എല്ലാം ഒന്ന് തുറന്ന് പറഞ്ഞിട്ടില്ല. വെറുതെ എന്തിനാ ആ കൊച്ചിൻ്റെ ശരി ആ ഒരു ജീവിതമുണ്ട് മുന്നിട്ട്. അവൾ ആരെ വേണോ കല്യാണം കഴിക്കട്ടെ. ഞാൻ പറയുന്ന അവൾ ഗബ്രി കല്യാണം കഴിച്ചോട്ട് പോട്ടെ, ഒരു പ്രശ്നമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചീറ്റിങ് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ കുറേ പേര് ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ട്. എന്ത് ബന്ധം, അത് ബന്ധം, ഇത് ബന്ധം. ബന്ധങ്ങൾക്ക് വിലയുണ്ട്. ഈ നാട്ടിൽ ബന്ധങ്ങൾക്കെന്ന് പറഞ്ഞ സാധനത്തിന് വിലയുണ്ട്. അത് വില വെച്ചില്ലെങ്കിൽ പിന്നെ പുതിയ വരുന്ന ജനറേഷനിൽ എന്ത് മെസ്സേജാണ് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ? ഞാൻ വളരെ റെസ്പെക്റ്റോടെ പറഞ്ഞു. അവൾ എൻ്റെ അടുത്ത് നമ്മുടെ റിലേഷൻഷിപ്പിന് ക്ലോഷർ തന്നിട്ട് അവൾ ഗബ്രിയെ അടുത്ത് പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയോ എന്ത് വേണോ ചെയ്തുകൊണ്ട് പോട്ടെ, ഒരു പ്രശ്നമില്ല. വേറെ ആരെ വേണോ എന്തോ കല്യാണം കഴിച്ചോട്ട് പോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. റിലേഷൻഷിപ്പ് ഉണ്ടായി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം അത് ന്യായീകരിച്ചുകൊണ്ട് വന്ന് നമ്മളെ തന്നെ അങ്ങിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ടോക്സിക്കാണ് മറ്റതാണ് മറിച്ചത്. നിങ്ങൾ തന്നെ ജാസ്മിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കുക അഫ്സൽ എന്നുള്ളൊരു വ്യക്തി എങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ്. എനിക്കിതിനെക്കാട്ടി ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. പിന്നെ അവൾ ഇപ്പോൾ ഗിഫ്റ്റും അതും ഇതും അതൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അതൊക്കെ കഴിഞ്ഞു. ഈ വിഷയം ഇവിടെ കഴിഞ്ഞു. അവളവിടെ അകത്തിട്ടിരിക്കുന്ന പല സാധനങ്ങളായാലും ഞാൻ വാങ്ങിച്ചു കൊടുത്തത് അവിടെ ഇട്ടുകൊണ്ട് എനിക്കതിനിപ്പോൾ അതിന് തിരിച്ച് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും വേണ്ട. എനിക്ക് കുറച്ച് മനസമാധാനം തന്നാൽ മതി എല്ലാവരും കൂടെ. കാരണം അത്രത്തോളം ഈ ഒരു വിഷയം കാരണം എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് അത്രയും മോശമായി. അതുള്ള വീട്ടുകാർക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്കും അറിയാം, നമ്മുടെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അവരെ എന്ത് പറഞ്ഞ് എനിക്ക് നന്ദി പറയണമെന്നൊന്നും എനിക്കറിയില്ല. കാരണം അവർക്ക് ഒട്ടും ഞാൻ ഒരു കാര്യം പറയാം, ജാസ്മിൻ തിരിച്ച് പുറത്ത് വരുമ്പോൾ അവൾ വെച്ചിരുന്ന ഒരു ക്ലോസ് സർക്കിൾ ഉണ്ടല്ലോ, അതവിടെ ഉണ്ടാവില്ല. കാരണം അത് പോയി. അത്രയും എനിക്ക് പറയാനുള്ളൂ ഈ കാര്യത്തിൽ. എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, ദയവ് ചെയ്ത് ഇനി ദ്രോഹിക്കരുത്. ആവശ്യത്തിന് ഈ പെണ്ണ് കാരണം ഇവള് തന്നെ എന്നെ ദ്രോഹിച്ച് കഴിഞ്ഞു. ഇനി ഇതിനെക്കാട്ടി ദ്രോഹം വാങ്ങിച്ചു കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇതിനെക്കാട്ടി കൂടുതലൊന്നും പറയാനില്ല. പിന്നെ എനിക്കറിയത്തില്ല എന്തിനാണ് ഈ പെൺകുട്ടി ചെയ്തത് ഇങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അത് എക്സ്പ്ലനേഷൻ വന്ന് തരട്ടെ. ഗെയിമോ നിങ്ങൾ ഇനിയിപ്പോൾ അവളുടെ ഗെയിം കണ്ട് അവളെ സപ്പോർട്ട് ചെയ്തോളൂ. എനിക്കൊരു പ്രശ്നമില്ല. അവൾ ജയിച്ചാലും തോറ്റാലും എന്താണെങ്കിലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ
എന്നോട് ചെയ്തതിന് ഒരിക്കലും എനിക്ക് മാപ്പ് എന്നുള്ളൊരു സാധനം കൊടുക്കാൻ പറ്റില്ല. എനിക്കല്ല, ഒരാൾക്ക് പോലും, ഒരു പാർട്ട്ണറിന് പോലും കൊടുക്കാൻ പറ്റില്ല. എത്ര ന്യായീകരിച്ചാലും ശരി, ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കത് തിരിച്ച് പിടിച്ച് വെക്കാൻ പറ്റാത്തൊരു സാധനമാണ്. എനിക്കൊരിക്കലും ആ പെൺകൊച്ചിനെ എനിക്ക് ഇനി ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൂടെ, അങ്ങനെ ആക്കിക്കൂടെ, ഇങ്ങനെ ആക്കിക്കൂടെ, പുറത്തു വന്ന് കേട്ടൂടെ. ഇത് മാത്രമല്ല, ഇതിന് പിറകെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്കത് പറയാൻ പറ്റില്ല പുറത്ത് വന്ന്, കാരണം അത് ബാധിക്കുന്ന വേറെ കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെ പിടിച്ച് ഭാഗത്തിടേണ്ട ആവശ്യമില്ല എനിക്ക്. ഇവിടെ ബിഗ് ബോസ് പോകുന്ന മുമ്പ് 2 ആഴ്ച മുമ്പ് നമ്മുടെ ഈ ഓർപ്പിക്കൽ ഞാൻ വീട്ടിൽ പോകുന്ന ഫെബ്രുവരി 15-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരാഴ്ച മുമ്പേ ഞാൻ ഇവളുടെ വീട്ടിൽ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇത് ഇവള് ഒരു നില നിന്ന് എന്നെ വിളിപ്പിച്ചു. മനസ്സിലാക്കുക, വിളിക്കുന്ന പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരു നില നിർത്തി. ഞാൻ പറഞ്ഞു, എടി പയ്യെ വിളിച്ചാൽ പോരെ, അല്ലെങ്കിൽ പിന്നെ ഇല്ല പറ്റില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആമലിൻ്റെ അടുത്ത്, അഷിയുടെ അടുത്തൊക്കെ വിളിച്ച് അങ്ങനെ ഇങ്ങനെ ഇതിന് അവരുടെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ, മനസ്സിലാക്കാൻ നിങ്ങളിപ്പോൾ ഇതൊന്ന് വീട്ടിൽ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി വന്നു കഴിഞ്ഞിട്ട് എന്നെ വീട്ടുകാർ ആരെങ്കിലും നിർബന്ധിച്ച് ആരെയും കെട്ടിക്കും, അങ്ങനെ പറ്റൂല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയും അവൾ സീരിയസ്നെസ് കാണിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ മാക്സിമം കൺവിൻസ് ചെയ്തു. എനിക്കറിയില്ല, എൻ്റെ ഫാദർ എന്നിട്ടും കൺവിൻസ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പുള്ളിക്കാരൻ്റെ കാല് വീണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലീസ്, ഇത്രയും നല്ല കുട്ടിയാണ്, ഫാമിലി ഓറിയൻറ്റഡ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതേപോലെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവള് ആ ബിഗ് ബോസിൽ കാണിച്ച് കൂട്ടിയത്. എൻ്റെ ഫാദർ എൻ്റെ കൈ വീഡിയോ കൊണ്ട് കാണിക്കുക, ഇതാണോ നീ പറഞ്ഞ പെണ്ണ്, ഇതാണോ നീ പറഞ്ഞ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെൺകൊച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവരുടെ മുമ്പിൽ എനിക്കൊന്നും പറയാനില്ല. അവരുടെ മുമ്പിൽ ഞാൻ ഒരുമാതിരി നാണം കെട്ട്, എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇതിന് എനിക്ക് പറ്റില്ല. ഈ ഒരു മാറ്റർ, അല്ലെങ്കിൽ എനിക്ക് ആ വിശ്വാസം പോയി, എൻ്റെ വിശ്വാസം അവൾ ബ്രേക്ക് ചെയ്തു, എനിക്ക് തന്ന പ്രോമിസ് അവൾ ബ്രേക്ക് ചെയ്തു. ഇനി എനിക്ക് അങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിലില്ല. അതുകൊണ്ട് എന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ആർമിക്കാരായാലും ശരി, ആരായാലും ശരി, എന്നെ ഇതിൽ നിന്ന് ഒഴിച്ച് തന്നാൽ മാത്രം മതി. എനിക്ക് വേറെ ഒന്നും ചെയ്യരുത്, എനിക്ക് വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഇതിൽ നിന്ന് എന്നെ ഒഴിച്ച് തരിക. ഞാൻ ജാസ്മിൻ എന്നൊരു ടോപ്പിക് നിർത്തുക. യൂട്യൂബുകാരായാലും ശരി, ആരായാലും ശരി, എനിക്ക് മനസ്സമാധാനം, എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ലൈഫുണ്ട്, അത് മനസ്സിലാക്കുക നിങ്ങൾ. എനിക്ക് എൻ്റെ ജോലിയുണ്ട്, എൻ്റെ കാര്യങ്ങളുണ്ട്. ഈ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ലൂപ്പായി കിടക്കുക എനിക്ക് ആവശ്യമില്ല. എൻ്റെ ബന്ധം ജാസ്മിനായിട്ട് തീർന്നു, എനിക്കില്ല ഇനി ആ ബന്ധം. ആ കുട്ടിയുടെ ലൈഫ്, എനിക്ക് എൻ്റെ ലൈഫ്, അത്രയേ ഉള്ളൂ. ഇനി ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്കിത് പറ്റില്ല. ഇതിപ്പം ഇപ്പോഴേ അല്ല, ഇപ്പം ജാസ്മിൻ അസ്ല കോൺട്രവേഴ്സി, അവിടെയും എന്തായിരുന്നു ഞാൻ എൻ്റെ അവളെ, എനിക്ക് തോന്നുന്നു അസ്ല എന്നെ മാക്സിമം ഇതിൽ നിന്നും പിന്തിരിക്കാൻ നോക്കി. ഞാൻ ആ സമയത്ത് കേട്ടില്ല. എനിക്ക് ജാസ്മിനാണ് വലുത്, എനിക്ക് അവൾ പറയുന്നതാണ് ശരി, ഞാൻ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്തൊരു വ്യക്തി എന്നെ ചതിക്കുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു വിഷമമുണ്ട്. അത് നിങ്ങൾ ആർക്കും മനസ്സിലാവുന്നില്ല, അത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അവൾ പറഞ്ഞതാണ് എല്ലാം എന്ന് പറഞ്ഞ് നിന്നവനാണ് ഞാൻ. കണ്ണടച്ച് വിശ്വസിച്ചു ഞാൻ അവളെ. അതിന് എനിക്ക് കിട്ടി, അതിന് ബോധിച്ചു. ഇനി അവൾ എന്ത് എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നാലും എനിക്ക് കേൾക്കാൻ താല്പര്യവുമില്ല. അത് തീർന്നു. ഈ ഒരു വിഷയം എനിക്കിനി കേൾക്കുകയും വേണ്ട. നിങ്ങളെല്ലാവരും എനിക്ക് മനസ്സമാധാനമായിട്ട് ഈ ഒരു കാര്യത്തിന് എൻഡ് ചെയ്ത് തന്നാൽ മതി. താങ്ക്സ്.